ഇതെന്നാ തങ്കച്ചാ? ആരെ നോക്കി നിൽക്കുക? ആരെ നോക്കി നിൽക്കുകയെന്ന്? ആ കുട്ടപ്പായുടെ മോനെ അവന് അങ്ങോട്ട് പോയത്. അവന് ആ കുട്ടപ്പായി അവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവൻ കേട്ട മട്ട് കാണിച്ചില്ല. ചെവിയിലെ വള്ളിയും തിരി ഇന്ദ്രപ്പനാടിയിൽ തോണ്ടിയ പോക്ക് അവൻ ഈ ചുറ്റുവട്ടം നടക്കുന്ന വല്ലതും അറിയുന്നുണ്ട്. തങ്കച്ചാ, അതിന് ഉമ്മാർക്ക് ചുറ്റും നടക്കുന്ന കാര്യം വല്ലോ എന്നാണെന്നറിയാവോ? മൊബൈലിലേ വല്ലതും വന്നാൽ ഇവന്മാർക്ക് അറിയാം, അല്ല ഇവന്മാർക്ക് പൂട്ടയ്ക്കാന്നറിയാം. ഉമ്മാരുടെയൊക്കെ വീട്ടിലേ തള ചോറ് വിളമ്പി വെച്ച് ഫോണി വിളിച്ചു പറയുമായിരിക്കും പാടാ തിന്നാനെന്ന്. അതിനെ ആർക്ക് വേണമല്ലോ ചോറ്? ഇപ്പൊ എല്ലാവർക്കും നൂഡിൽസ് മതി. മണ്ണിനെ പോലെ കിടക്കുന്ന സാധനമില്ലേ അതാ. അതെന്നെ, അത് തന്നെ. ഈ പിള്ളേരെ എപ്പോഴും മൊബൈലേ നോക്കി അമ്മയുടെ കണ്ണും ചെവിയുടെയും പണി തീരും. എപ്പം നോക്കിയാലുമേ പിള്ളേര് മൊബൈലിലേക്കറിയാ. സ്കൂളിൽ ചെന്നാലും മൊബൈലില്ല. സാറന്മാരിപ്പോ എല്ലാം മൊബൈലിൽ നോക്കിയല്ലേ പറയുന്നത്. കൊറോണ വന്നപ്പോൾ തുടങ്ങിയ പരിപാടിയാ. അന്ന് മുതലേ ക്ലാസ് മുഴുവൻ ഓൺലൈനായത്. അതുവരെയും പിള്ളേരെ മൊബൈൽ കാണിച്ചേക്കരുതെന്ന് പറഞ്ഞ അധ്യാപകർ തന്നെ പറഞ്ഞു പിള്ളേർക്ക് മൊബൈൽ കൊടു. എടാ അപ്പൊ ഇപ്പോഴേ മൊബൈൽ താഴെ വെക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടല്ലോ അവന്മാര് പറയുന്നത് സാറ് അയച്ചത് നോട്ട് എഴുതാം. തങ്കച്ചാ, മൊബൈലിനെ അങ്ങനെ തള്ളി പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്ക് എന്തുമാത്രം ഉപകാരമുണ്ട്. പക്ഷെ ഇപ്പോഴേ ഇവന്മാർ ഇതിലൊന്നുമല്ല ഉപയോഗിക്കുന്നത്, ചുമ്മാ ഗെയിം കളിക്കാനൊക്കെ അല്ലേ. നീയേ ഇപ്പൊ ആ ബസ് സ്റ്റോപ്പിലോട്ട് നീ നോക്ക്, എല്ലാം മൊബൈലിലും കുത്തിയിരിക്കുകയായിരിക്കും. ഓരോറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരം മിണ്ടുന്നില്ല. യുവമാരിങ്ങനെ തുടങ്ങിയാലേ സംസാരിക്കാനുള്ള കഴിവില്ലെന്നായി പോകുമല്ലോ. നമ്മുടെ ആ കാലത്തെ എന്തെല്ലാം കളികളായിരുന്നു. അതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ തങ്കച്ചാ? പോയ കാലമല്ലേ. അന്നത്തെ കളിയും ബഹളവും ഓട്ടവും ചാട്ടവും പള്ളിക്കുടുത്തി പോക്കൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? ഇന്നേ ഇവന്മാർക്കൊക്കെ അത് വല്ലതും അറിയാവോ? ഇപ്പൊ യുവമാരി തോണ്ടിക്കളിക്കുന്ന നേരത്തെ നമ്മൾ വരുന്ന വഴിക്കും പോകുമ്പോഴും എല്ലാം വട്ടുകളിയല്ലായിരുന്നു. എന്നാ രസമുള്ള കളിയായിരുന്നു. നമ്മളെ പള്ളിക്കൂടത്തോട് പോകുമ്പോൾ തന്നെ റോഡിലൊക്കെ ഇരുന്ന് വട്ടുകളിക്കുമായിരുന്നു. നമ്മുടെ എവിടെ അതിന് വട്ടുകളി എന്ന് പറയുള്ളൂ. ഞാൻ ആ കാലത്ത് അമ്മ വീട്ടിൽ ചെന്നപ്പോഴേ വട്ടുകളിയൊക്കെ പഠിച്ചേച്ച് ചെന്നപ്പോഴാ അമ്മമാരവിടെ അമ്മാവൻ്റെ പിള്ളേർ രണ്ടുപേരുണ്ട്. അമ്മമാരുടെ അമ്മ ചേട്ടാ നമുക്ക് വട്ട് കളിക്കാം, വട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അമ്മമാരെന്നെ കളിയാക്കി ചിരിച്ച് അവിടെ വട്ടുകളി എന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഓളമുള്ളവരുടെ കാര്യമായി പറയുന്നത്. അപ്പോഴേ നിന്റെ കളി തന്നെ. അമ്മമാർ പറഞ്ഞു ഗോലി കളിയാണ് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. പോയി അതിന് സാധനം എടുത്തോണ്ടാന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിച്ച് എടുത്തോണ്ട് വന്നു. നമ്മുടെ വട്ടിന് അവിടെ പറയുന്നത് ഗോലിന്ന്, അതാണ് ഗോലികളി. ഞാൻ പറഞ്ഞു ഇത് തന്നെ സാധനം, നമ്മളിവിടെ ഇതിന് വട്ടുകളി എന്നാണ് പറയുന്നത്. എന്നാ പറഞ്ഞാലുണ്ടല്ലോ കളി സൂപ്പറാ. തങ്കച്ചാ, കളി സൂപ്പർ എന്നുള്ളത് തോറ്റാൻ്റെ കൈക്കിട്ട് അടിച്ച് പൊട്ടിക്കുന്നതിലാണ് എൻ്റെ രസം. നമ്മളെ പണ്ട് കൈമുട്ടിനടിക്കും വേദന ഉണ്ടാകുമായിരുന്നെങ്കിലും ആ കാര്യം ഓർക്കുമ്പോൾ ഇപ്പോഴും പൊടി പോവാ. നമുക്കേ ആ കളി ഒന്നുകൂടെ കളിച്ചാലോ? അതിന് നീ വട്ടിന് എവിടെ പോവും? ആരോടെങ്കിലും ചെന്ന് വട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവനെടുത്തിട്ട് പെരുമാറും. അതൊക്കെ ഞാൻ സംഘടിപ്പിക്കാം. കുറച്ച് ബോട്ടിൽ സോഡാ കുപ്പി ഇരിപ്പുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഉരുളി ആടി പൊട്ടിപ്പോട്ടല്ലോ. അതിന്റെ ബോട്ടെല്ലാം കൂടെ എടുത്ത് ഞാൻ ഒഴിച്ചു വെച്ചിരുന്നു. വട്ട് സോഡായോ? ഓ, അതിന്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ അവനെ എടുത്ത് പൊട്ടിക്കുന്നതേ. അത് നമ്മൾ ചെന്ന് ഒരു സോഡ ചോദിക്കുമ്പോൾ അയാൾ ചോണ്ട് എടുത്തു കമത്തി ഒന്ന് തിരിച്ചു ഒന്നുകൂടെ കമത്തി വെച്ച് കൈവെള്ളമിട്ട് പൊട്ടി. എന്നതായിരുന്നു നൊസ്റ്റാൾജിയ. നിനക്ക് എന്നാ പറ്റിയോ സാർ? നീ എന്നീ പറയുന്നത്? എൻ്റെ തങ്കച്ചാ, നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാലേ നമ്മുടെ ആ പഴയ ഓർമ്മകൾ, ഗൃഹാതുരത്വം, പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ തള്ളിക്കയറി വരുമ്പോഴത്തെ ആ രസമുണ്ടല്ലോ, അതിനാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ശരിയാ. അന്നും പണ്ട് മാവേലെറിഞ്ഞതും കണക്ക് സാറിന്റെ തല്ലി മേടിച്ച് നോക്കി ഓർക്കും ഇപ്പം നല്ല രസമാണ്. അന്നത്തെ കാര്യത്തിന് അന്ന് ചില വേദനയൊക്കെ സങ്കടമൊക്കെ വന്നാലും ഇപ്പം ആ പഴയ കാര്യം ഓർക്കുമ്പോഴത്തേനെ ഒരു പ്രത്യേക മധുരമാണ്. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ നൊസ്റ്റടിക്കുക. ഓ, എനിക്കുണ്ടല്ലോ നൊസ്റ്റടിക്കുന്നു. നമുക്ക് ആ പഴയ കമ്പനിക്കാരെ എല്ലാവരെയും ഒന്നും വിളിച്ചു കൂട്ടിയാലോ തങ്കച്ചാ? ഓ അതെ, നമ്മൾ എവിടെ ചെന്ന് എല്ലാവരും കണ്ടുകൂടാനാ? ഓരോരുത്തരും ഓരോ വഴിക്കായിട്ട് പോയില്ലേ. നമ്മൾ ഒന്നോ രണ്ടോ പേരെ ഇപ്പൊ അടുപ്പുള്ളൂ. എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയം. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവരുടെയും ഫോൺ നമ്പരും അഡ്രസ്സും ഒക്കെ തപ്പി എടുത്തിട്ട് വിളിച്ചാൽ മതി. 10ാം ക്ലാസ്സുകാരുടെ കൂട്ടായ്മ ഒരു സൂപ്പർ ഐഡിയ ആയില്ലേ? ഐഡിയ ഒക്കെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇതിനകത്തൊരു ചെറിയ ദുരുദ്ദേശം ഇല്ലേ എന്ന് എനിക്കൊരു സംശയം. പഴയ കണക്ഷൻസ് ഒക്കെ തപ്പിയെടുക്കാനുള്ള ദുരുദ്ദേശമാണോ എന്ന് എനിക്ക് സംശയം. നിങ്ങൾ ഇതുമായി എഴുതാപ്പുറം വായിക്കാതെ നമുക്ക് ആ പഴയ ഓർമ്മകളൊക്കെ നയവിറക്കി കുറേ സമയം ചെലവഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ എനിക്കുള്ളൂ. എല്ലാവരും വരുമോ? ശോശാമ്മ വരുമോ? ശോശാമ്മ മാത്രമല്ല, സുമതി, മേരിക്കുട്ടി, അച്ചാമ്മ എല്ലാവരും വരും. ഹോ, നീ ഈ പേരെല്ലാം കാണാപ്പാടം പഠിച്ച് വെച്ചിരിക്കുകയാണോ? നീ പറയുമ്പോൾ നിനക്ക് മറവിയാന്നുള്ളത് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ തങ്കച്ചാ? ഇതൊക്കെ അല്ലേ ഓർത്തിരിക്കാൻ ഒരു സുഖമുള്ള കാര്യങ്ങൾ. ആ, ശോശാമ്മ നിനക്ക് മറക്കാൻ പറ്റിയെന്ന് എനിക്കറിയാം. അവളിപ്പോ എവിടെയാണാവോ? നിങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്തൊക്കെ വിളിച്ചു പറഞ്ഞാലേ അവള് പരിക്കാത്തുണ്ട്. അകത്താണേലും ഒരു ചെവി ഇവിടെയാ. ആ, നീയേ എന്നെ വേണ്ട രീതിയിൽ കണ്ട ഒന്നും മിണ്ടാതിരിക്കാം.
അന്നൊക്കെ എന്നാ രസമായിരുന്നു തങ്കച്ചാ. അതൊരു കാലം. കാലമ്പയിലയുടെ മാവേ കണ്ട മാങ്ങാ നല്ല മുഴുത്തു നിൽക്കുന്നേ. എറിഞ്ഞ് ഒഴിക്കാവോ? അയാള് കണ്ടാലേ കൊല്ലും. ഉപ്പുണ്ടോ നിന്റെ? ഉപ്പൊക്കെ ഉണ്ട്. എന്നാ നമുക്ക് രണ്ടെണ്ണം എഴുതി ഒഴിക്കാന്നേ. എന്നാ എറിയാടാ പോയി ഒരു കാര്യം. അങ്ങോട്ടങ്ങനെ പെയ്യ്. എന്നാ പുസ്തകം വെച്ച് രണ്ടെണ്ണം എറിയാം. തങ്കച്ചാ മാങ്ങാ വീഴുന്ന പോയി നോക്കി പെറുക്കിക്കോണം. ഇന്ന് ഞാൻ ഒരു 4 എണ്ണം. നിങ്ങൾ അവിടെ നോക്കാതെ ഞാൻ എറിഞ്ഞ് പിടിച്ച മാങ്ങാ നോക്ക്. പെരക്കടാ വരുന്നു. കാലമ്പരി വരുന്നു. വേഗം കാലപ്പരി വരുന്നു. നമുക്ക് ഉള്ള മാങ്ങ ഇങ്ങനെ പോയേക്കാം. ഓ കഷ്ടി ഞാൻ രക്ഷപ്പെട്ടത്. 2 മാങ്ങ കിട്ടി. 3 കൂടെ അവിടെ കിടപ്പുണ്ട്. അത് എടുക്കാൻ അവിടെ വന്നായിരുന്നെങ്കിൽ കാലം നമ്മളെ അടിച്ചു വന്നേനെ. നീ ആ ഉപ്പിങ്ങി എടുക്ക. നമുക്ക് മാങ്ങ പൊടിച്ചില്ല. നീ ഉപ്പില്ലാണ്ട് വാങ്ങാതിനായിരിക്കും. നല്ല മാങ്ങയല്ലേ? അതിലില്ലായിരുന്നു 2 കൂടെ പിടിക്കാൻ. വലിയ പോയാൽ നമുക്ക് നോക്കാം. എന്നാ പണിയാടാ? എനിക്ക് എഴുതാക്കാൻ പറ്റും. അയ്യോ അടിക്കല്ലേ അപ്പ. അപ്പ അടിക്കല്ലേ അപ്പ. അയ്യോ അടിക്കല്ലേ അടിക്കല്ലേ. അയ്യോ അടിക്കല്ലേ അപ്പ. അപ്പ ആ ജോലിനെ പണിയാ. അപ്പ ആ ജോസാനെ വിളിച്ചോണ്ട് അപ്പ. അടിക്കല്ലേ അപ്പ. ആ ജോസാനെ വിളിച്ചോണ്ട് അടിക്കല്ലേ അപ്പ. അയ്യോ അപ്പ അടിക്കല്ലേ അപ്പ. അടിക്കല്ലേ അപ്പ. അപ്പ അപ്പ തല്ലല്ലേ അപ്പ. അപ്പ തല്ലല്ലേ. അതാ ജോസിന്റെ പണിയാപ്പ. ഞാനപ്പോൾ നിങ്ങളുടെ അപ്പനായതോ നിങ്ങളുടെ ഉറക്കമൊക്കെ എന്നാണ് എന്നാട്ടാ സംഭവം? എന്നാ എനിക്കൊന്നും മനസ്സിലായില്ല. അതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. എന്നാ എനിക്കറിയാവോ? നിങ്ങൾ കാര്യം പറഞ്ഞേ. നിങ്ങൾ ഇങ്ങനെ എന്നാ കാണിച്ചു മനുഷ്യ? നീ പൊക്കോണം കേട്ടോ. ഞാൻ ഇവിടെ പത്രം വായിച്ചു അതാണ് സ്വപ്നം കണ്ടത്. ഞാൻ എന്നാ ചെയ്തു? നിങ്ങളെ ഇതിനും അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ പണ്ട് മാങ്ങാ പറിച്ച് പള്ളിക്കൂടത്തിൽ പോയ മാങ്ങാ പറിച്ച് നിന്നെ അപ്പം പിടിച്ച് അടിച്ചത് ഞാൻ സ്വപ്നം കണ്ടതാ. ഈ പ്രായത്തിലാണോ തമ്പുരാനെ പണ്ട് മാവേലിരുന്നതിന് അപ്പനടിച്ചത് സ്വപ്നം കാണുന്നത്? നിങ്ങൾക്കൊക്കെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഓളം ഇങ്ങേർക്ക്. അത് ഞാൻ എന്നാ കാണിച്ചു? നീയല്ലേ നൊസ്റ്റാൾജി എന്ന് പറഞ്ഞ് പഴയ കാര്യമൊക്കെ ഓർപ്പിച്ചത്. ഈ മനസ്സിനെ ഒരു രസമുള്ള കാര്യങ്ങൾ ഓർക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് തല്ലു മേടിച്ച് കാറിയ കാര്യം ഓർക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. രസം പേടിച്ചിട്ട് മനുഷ്യന്റെ ഊപ്പാറകളിൽ പോയി. അപ്പൊ നിങ്ങൾക്ക് പഴയ കാലത്തോട് മടക്കി പോകട്ടെ. എന്റെ പൊന്നിടാവ്, എനിക്ക് ഒരു കാലത്തേക്കും പോകണ്ട. ഈ കാലത്ത് ജീവിച്ചാൽ മതി. ഞാൻ എന്റെ വലുതാകാൻ വേണ്ടിട്ട് പുണ്യാളത്തിന്റെ അടുത്ത് നിന്ന് തിരി കത്തിച്ചിട്ടെന്നറിയാവോ? ഇനിയേ മെഴുതിരി കത്തിക്കാൻ ഞാനില്ല. ഇവിടെ എന്നാ നടക്കുന്നേ? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുവോ? ഇനി ഇവിടെ നിന്നാലേ ഞാൻ നാട്ടുകാരല്ല, ഞാൻ തന്നെ പറയും. പോവോ ഞാൻ. ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം.